ഗോപിക, ഈ നിവേദ്യാർപ്പണ ചടങ്ങോടുകൂടി ആറ്റുകാൽ പൊങ്കാല മഹോത്സവം അവസാനിക്കും. തുടർന്ന് അങ്ങോട്ട് ഭക്തരുടെ മടങ്ങിപ്പോക്ക് തന്നെയായിരിക്കും ഏറ്റവും വലിയ ഒരു സംഭവമായി മാറിയിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളടക്കം നഗരത്തിൽ പുരോഗമിക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ തമ്പാരിൽ നിന്നുള്ള കാഴ്ചകളിൽ അവിടെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഭക്തർ ഈ നൈവേദ്യ ചടങ്ങിനെ കാത്തിരിക്കുകയാണോ? സുഹൈലി, തമ്പാനൂർ ഭാഗത്ത് നൈവേദ്യ ചടങ്ങുകൾ കഴിഞ്ഞ് പോകുന്ന ഭക്തരുടെ ഒരു വലിയ തരത്തിലുള്ള തിരക്കാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത്. ഇവിടെ മണ്ണിട്ടാൽ താഴെ വീഴത്തില്ല, അത്ര തരത്തിലുള്ള തിരക്കാണ്. കാരണം എല്ലാവരും ദൂരദേശങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അവരൊക്കെ വീടുകളിലേക്ക് മടങ്ങിപ്പോകാനുള്ള വലിയ തരത്തിലുള്ള തിരക്കാണ്. ഞാനിപ്പോൾ ഉള്ളത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലാണ്. ട്രെയിനുകളിൽ ദൂരദേശങ്ങളിലേക്ക് മടങ്ങാനുള്ള ആൾക്കാരുടെ വലിയ തിരക്കാണ്. അവരുടെയൊക്കെ മുഖങ്ങളിൽ വലിയ ആത്മസംതൃപ്തി കാണാം. കാരണം പൊങ്കാല ഇട്ടതിന്റെ ആ ഒരു സന്തോഷത്തിലൊക്കെയാണ് അവർ മടങ്ങിപ്പോകുന്നത്. അമ്മ ഹാപ്പി ആയിട്ടാണോ പോകുന്നത്? ഹാപ്പി ആയിട്ടാണ് പോണത്. അതെ അതെ, എല്ലാം വിചാരിച്ച പോലെ നടന്നോ? സമയത്തൊക്കെ പൊങ്കാല വെള്ളം ചൂടൊക്കെ ചൂടിനൊക്കെ അതിജീവിക്കാൻ ചൂട് കുറവായിരുന്നു ഇന്നത്തേക്കായും. പോകുന്ന തിരക്കിലായിരിക്കും. എവിടെ കൊല്ലം എവിടെ പരവൂര് കൊല്ലം പോകുന്ന തിരക്കിലായിരിക്കും. ട്രെയിനൊക്കെ ഉണ്ടോ? എല്ലാ സൗകര്യങ്ങളൊക്കെ കേറണം അടിച്ചു പൊളിച്ച് കയറും. അടുത്ത ട്രിപ്പ് ഇതിനേക്കാൾ ഊർജ്ജമായിട്ട് വരും ഞങ്ങള്. കുറെ പേരുണ്ടോ? വരും പലവൂര് പോയോ? പലവൂര് പോവാനുള്ള ഇപ്പൊ ട്രെയിൻ കിട്ടും. ഈ കാണുന്നത് പോകാനുള്ള ഒരു തിരക്കിലാണ് അവരൊക്കെ. ഒരുപാട് സന്തോഷം പൊങ്കാല ഇട്ടത്. അതെ അതെ, ആ ഒരു ആത്മസംതൃപ്തി, ആ ഒരു സന്തോഷത്തിലൊക്കെ തന്നെയാണ് ഭക്തർ ഒക്കെ ഇവിടെ നിന്ന് അനന്തപുരിയിൽ നിന്ന് മടങ്ങുന്നത്. നമ്മൾ കുറെ പേരെ കണ്ടത് കൊല്ലത്ത് നിന്നൊക്കെ വന്നിട്ടുള്ളവരാണ്. കൊല്ലത്തേക്ക് ഉടനെ ട്രെയിനുണ്ട്. അതുകൊണ്ടാണ് ഈ കൊല്ലംകാരുടെ ഒരു വലിയ തരത്തിലുള്ള തിരക്ക് കാണുന്നത്. ഒപ്പം തന്നെ കാസർഗോഡ് നിന്നും മലപ്പുറത്തു നിന്നും ഒക്കെ വന്ന ഭക്തരുണ്ട്. അവരൊക്കെ പൊങ്കാല അർപ്പിച്ചതിന്റെ സംതൃപ്തിയോടെ മടങ്ങുകയാണ്. എങ്ങോട്ടാണ്? ചെറിയൻകീഴ്. അതെ, വലിയ തരത്തിലുള്ള തിരക്കാണ്. ഏതായാലും ഈ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയാണ് കണ്ടോ? ഈ പോലീസുകാരൊക്കെ വലിയ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും കഴിയുമെന്ന് തോന്നുന്നില്ല. സുഹേൽ, ഇതെന്താണ് സാർ നിയന്ത്രണം? തിരക്ക് രണ്ട് സൈഡിൽ നിന്നുമുള്ള ആൾക്കാർ വന്ന് അവരൊന്ന് കൺട്രോൾ ചെയ്യുക. തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ നമുക്കറിയാം 3 എൻട്രൻസ് ഉണ്ട്. ഈ 3 എൻട്രൻസിലും ഈ തരത്തിലുള്ള തിരക്കാണ്. അതുകൊണ്ട് ഈ തിരക്കൊക്കെ നിയന്ത്രിക്കുന്ന, കൃത്യമായ ആൾക്കാരെ കടത്തിവിടുന്ന കാഴ്ചകളൊക്കെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൃത്യമായി ട്രെയിൻ കിട്ടുകയും സമയത്തിന് എത്തുകയും ഒക്കെ ചെയ്യാൻ സാധിക്കും. ആ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും, പ്രത്യേക ട്രെയിൻ സർവീസുകളുണ്ട്. കൂടുതൽ KSRTC സർവീസുകളുണ്ട്. 300ഓളം KSRTC സർവീസുകളുണ്ട്. KSRTC ബസ് സ്റ്റാൻഡ് തൊട്ടപ്പുറത്താണ്. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ. അവിടെയും ഇതേപോലെ തന്നെയുള്ള വലിയ തരത്തിലുള്ള തിരക്കാണ്. ഏതായാലും ഭക്തർക്ക് എല്ലാ ക്രമീകരണങ്ങളും അനന്തപുരി തലസ്ഥാന നഗരം ഒരുക്കിയിട്ടുണ്ട്. അവരെല്ലാവരും തന്നെ വലിയ സന്തോഷത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി അനന്തപുരിയിൽ നിന്ന്, തലസ്ഥാന നഗരിയിൽ നിന്ന് തിരിച്ചു പോകുന്ന കാഴ്ചകളാണ് സുഹൈൽ കാണുന്നത്. ശരി, ഗോപിക പറഞ്ഞതുപോലെ വലിയ സന്തോഷത്തോടെ, ചാരിതാർത്ഥ്യത്തോടെ ആറ്റുകാലമ്മയെ കണ്ട് അമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് ഭക്തർ മടങ്ങുന്ന ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ കണ്ടത്. ഒരു വർഷത്തെ വ്രതസാഫല്യത്തിൽ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും അമ്മയെ അറിയിച്ച്, മനസ്സും കരവും അമ്മയിൽ അർപ്പിച്ച് ഭക്തർ പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്ന സമയമാണിപ്പോൾ. സ്മിത ഹരിദാസ് കൂടി ചേർന്നു. സ്മിത, ഈ ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ പൊങ്കാല നിവേദ്യം പൂർത്തിയായോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇത് കഴിഞ്ഞ് എന്തെങ്കിലും ചടങ്ങ് അവിടെ ഉണ്ടോ? ഇനിയിപ്പോൾ ഈ പൊങ്കാല ഇടുക എന്നുള്ള ആ ഒരു ചടങ്ങ് അത് കഴിഞ്ഞു. പൊങ്കാല നിവേദ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സാധാരണഗതിയിൽ ഈ പുണ്യാഹം തീർത്ഥജലം തളിക്കാനുള്ള സമയത്ത് വലിയ ചെണ്ടമേളവും ആരവങ്ങൾ, കുരവിടലും ഒക്കെ കേൾക്കാറുണ്ട്. ഇത്തവണ അതുണ്ടായില്ല. കാരണം എല്ലാ ഭക്തരും അല്പസമയം കിട്ടിയപ്പോൾ ദർശനത്തിന് ഓടുകയാണ്. അതിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ മേൽശാന്തി വരുന്നു, ഇവിടെ നിവേദ്യം അത് പൂർത്തിയാക്കുന്നു. ചെറിയൊരു പൂജാകർമ്മം ഉണ്ടായിരുന്നു. അതോടെ ആ നിവേദ്യം പൂർത്തിയായി. ഈ തീർത്ഥജലവുമായി പുറത്തേക്ക് പൂജാരിമാർ പോകുന്നു. അത് അങ്ങനെ എല്ലാ പൊങ്കാല അടുപ്പുകളിലും തളിക്കുന്നു. അതോടെ ദേവി ആ നിവേദ്യം സ്വീകരിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം, അതിൻ്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ ഇനിയിപ്പോൾ
മടക്കയാത്രയ്ക്കുള്ള വലിയ തിരക്കാണ് നമ്മൾക്ക് പുറത്തൊക്കെ കാണാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ കുറച്ച് ഈ പൊങ്കാല അടുപ്പ് പണ്ടാര അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഇനി നാളെ വരെ നാളെയാണ് ശരിക്കും പറഞ്ഞാൽ ഉത്സവം പൂർത്തിയാകുന്നത്. നാളെ ഉത്രം നാളിലാണ്. കാർത്തിക മുതൽ ഉത്രം വരെയുള്ള 10 നാളാണ് ഇവിടെയുള്ള ഉത്സവം. 9ാം നാളാണ് വിശേഷപ്പെട്ട ഇന്നത്തെ ദിവസം ആറ്റുകാൽ പൊങ്കാല പൂരം നാളിൽ. അതാണ് ഇപ്പോൾ നടന്നത്. പക്ഷേ തോറ്റംപാട്ട് ഈ 10 ദിവസമുണ്ട്. അപ്പോൾ ഇവിടെ ഈ പാട്ടുപുരയിൽ തോറ്റംപാട്ട് ഇന്നും ഉണ്ടാകും, നാളെയും ഉണ്ടാകും. അങ്ങനെയാണത് തീരുക. അതോടൊപ്പം തന്നെ കുത്തിയോട്ടവും ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ്. ഇന്ന് വൈകിട്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് ദേവി പോകുന്നു. അപ്പോൾ കുത്തിയോട്ടക്കാർ ബാലന്മാരാണ്, ദേവിയുടെ മുറിവേറ്റ ഭടന്മാരാണ് ആ ബാലകന്മാർ എന്നാണ് ആ വിശ്വാസം. അപ്പോൾ അവരിവിടെ 7 ദിവസമായിട്ട് ഇവിടെ തന്നെയാണ് വ്രതശുദ്ധിയോടുകൂടി അമ്പലത്തിനകത്ത് തന്നെയാണ് അവിടെ പ്രത്യേകം സജ്ജമാക്കിയ ഒരിടമുണ്ട് അവർക്ക്. അവർ അവിടെയാണ് താമസിക്കുന്നത്. 1008 നമസ്കാരങ്ങൾ അവർ ചെയ്തു കഴിയുമെന്നാണ് പറയുന്നത് ഈ 7 ദിവസം കഴിയുമ്പോഴേക്കും. അപ്പോൾ ആ രീതിയിൽ ഈ കുട്ടികൾ അത് 6നും 12നും വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള കുട്ടികളാണ്. അവർ പല സമയങ്ങളിലായി ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ഇങ്ങനെ നമസ്കാരങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നു. അങ്ങനെ 1008 നമസ്കാരം പൂർത്തിയാകുന്നത് നാളേക്കാണ്. അപ്പോഴാണ് അവർ പോവുക. ഉത്സവം തീരുന്നതും നാളെയാണ്. നാളേക്കും ഒരുപാട് കലാപരിപാടികളുണ്ട് ക്ഷേത്ര സന്നിധിയിൽ. ആറ്റുകാലമ്മയെ ദർശിക്കാൻ നാളെയും ഭക്തജനങ്ങൾ എത്തിച്ചേരും. കാരണം ഈ ദിവസങ്ങളിലൊക്കെ അഭൂതപൂർവമായ ഒരു തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നാളെയും ഭക്തജനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇവിടെ ക്ഷേത്രം ഭാരവാഹികളൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞത്. ഈ പരിസരത്തുള്ളവരാണെങ്കിലും ഒരാഴ്ചക്കാലമായി ഇവിടെ താമസിച്ച് ക്ഷേത്രോത്സവത്തിൻ്റെ ചടങ്ങുകൾ പൂർത്തിയായി കഴിഞ്ഞ് മാത്രം പോകുന്നവരുണ്ട്, തിരിച്ചു പോകുന്നവരുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ ക്ഷേത്രത്തിൽ കാപ്പ് കെട്ടിയാണ് തുടങ്ങുന്നത്. കൊടികയറ്റം എന്നതിന് പകരം ഇവിടെ കാപ്പ് കെട്ടിയാണ് തുടങ്ങുന്നത്. ക്ഷേത്രത്തിലെ ദേവിക്കും ദേവിയുടെ ഉടവാളിൽ അതിൽ ഒരു നൂല് ചരടുകളിൽ മേൽശാന്തിക്കും ബന്ധിച്ച് അതാണ് കാപ്പുകെട്ട്. ആ ചടങ്ങ് കഴിഞ്ഞ് 10 ദിവസത്തേക്കാണ് ഈ ഉത്സവ ചടങ്ങുകളുള്ളത്. അപ്പോൾ നാളെയാണ് ഉത്സവ ചടങ്ങുകൾ തീരുക. അതുകൊണ്ട് തന്നെ ആറ്റുകാലിലുള്ളവർ തിരുവനന്തപുരത്തുകാർ പറയുന്നത് ഞങ്ങൾ കൂടുതൽ ഉത്സവത്തിന് വരിക നാളെയാണെന്ന്. കാരണം ദൂരദേശങ്ങളിൽ നിന്നുള്ളവരെല്ലാം തന്നെ വന്ന് വലിയ തിരക്കാണ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. അപ്പം സമാധാനമായി ക്ഷേത്ര ദർശനത്തിന് ഉത്സവം കൂടാൻ എത്തുന്നത് നാളെയാണ് തിരുവനന്തപുരത്തുകാർക്ക്. അതുകൊണ്ട് നാളെയും വലിയ ഉത്സവം തന്നെയാണ്. സുഹൈൽ. ശരി, ആറ്റുകാൽ ദേവിക്ക് പൊങ്കാല അർപ്പിച്ച് ലക്ഷങ്ങൾ ഭക്തജനങ്ങൾ മടങ്ങുകയാണ്. ഏറെ ചാരിതാർത്ഥ്യത്തോടെ സന്തോഷത്തോടെ ഭക്തർ അടുത്ത വർഷവും ഇതേ ഊർജ്ജത്തോടെ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനാകുമെന്ന വിശ്വാസത്തിൽ പ്രതീക്ഷയിൽ തലസ്ഥാന നഗരി വിടുകയാണ്. ഇപ്പോൾ പ്രവിത ലക്ഷ്മി കൂടി ചേർന്നു. പ്രവിത, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിച്ച് വിശ്വാസികൾ ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് തൊഴാനായി വരുന്നുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ? ഭക്തജനങ്ങളൊക്കെ അവിടെ നിന്നും മടങ്ങി തുടങ്ങിയോ? തീർച്ചയായിട്ടും സുഹൈൽ, ഇവിടെ നിന്ന് ഇപ്പോൾ നൈവേദ്യത്തിന് ശേഷം തീർത്ഥം തെളിച്ചതോടെ ആ ഭാഗത്ത്, അതായത് തീർത്ഥം തെളിച്ച ഭാഗത്തെ ഭക്തരെല്ലാവരും മടങ്ങി തുടങ്ങി. ആ കാഴ്ചകളൊക്കെ ഇപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇവിടേക്ക് കീഴ്ശാന്തിമാരെത്തിയിട്ടാണ് തീർത്ഥം തളിക്കുന്നത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നമ്മുടെ സിനിമാ താരങ്ങളായ ചിപ്പി, ജലജ ഉൾപ്പെടെയുള്ള ആളുകളും ഒപ്പം തന്നെ മറ്റ് സീരിയൽ ആർട്ടിസ്റ്റുകളും ഒക്കെയുള്ള ഗൗരി വന്ദനത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് ഇതുവരെ ഉപശാന്തിമാർ എത്തിയിട്ടില്ല. അവർ വന്ന് തീർത്ഥം തളിച്ചാൽ മാത്രമേ ഇവിടെ നിന്ന് ഉള്ള ചടങ്ങുകൾ പൂർത്തിയാവുകയുള്ളൂ. ഒപ്പം തന്നെ പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു കാത്തിരിപ്പായിരുന്നു. 10 ദിവസം നീണ്ട വ്രതം നോറ്റ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി ദേവിയിലേക്ക് സർവവും സമർപ്പിച്ച് എത്തിയതാണ് ഇവിടെ എത്തിയിരിക്കുന്ന ഭക്തരെല്ലാവരും. അങ്ങനെ അവരുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാവുകയാണ്. മനസ്സും അതോടൊപ്പം തന്നെ അവരുടെ പ്രാർത്ഥനയും മുഴുവൻ അവരുടെ കുടുംബത്തിനാണ്. ഇതിൽ സ്ത്രീകളാണ് ഇവിടേക്ക് വരുന്നതെന്നുള്ള പ്രത്യേകത തന്നെ അത് സൂചിപ്പിക്കുന്നു. അവരെപ്പോഴും പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിന് വേണ്ടിയും അവരുടെ സർവ്വ ഐശ്വര്യങ്ങൾക്ക് വേണ്ടിയും അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടുമൊക്കെയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് ഒറ്റയ്ക്ക് എത്താൻ സാധിക്കുന്ന, യാതൊരു ഭയവും ഇല്ലാതെ വളരെ സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ കഴിയുന്ന ഒരു ഉത്സവം ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും പറയണം, അത് ആറ്റുകാൽ പൊങ്കാലയാണെന്ന്. അങ്ങനെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക്, ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇവിടെ സമാപനമാകുമ്പോൾ മറ്റൊരു ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഇവരെല്ലാവരും. ഈ നൈവേദ്യമായി സമർപ്പിച്ചിരിക്കുന്നത് ശർക്കര പായസം, കടും പായസം, ഒപ്പം തെരളി, മണ്ടപ്പുറ്റ്, അങ്ങനെ ഒരുപാട് വിഭവങ്ങളുണ്ട്. ദേവിക്ക് ഇഷ്ടമുള്ള വിഭവങ്ങൾ അങ്ങനെ ഓരോരുത്തരും സമർപ്പിക്കുന്നുണ്ട്. ചിലർ 5, 6, 50 കലങ്ങളിലൊക്കെ വരെ പൊങ്കാലയിടുന്ന ആളുകളുണ്ട്. ഇപ്പം ഞാൻ ഈ അടുത്ത സ്ഥലത്തൊരു വീടുണ്ട്, ഇതിനോട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട്. ആ വീടിനകത്ത് തന്നെ 118 പേർ പൊങ്കാല അർപ്പിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 5
ലക്ഷം പേര് കഴിഞ്ഞ വർഷം എത്തിയെന്നുള്ള കണക്കുകളുണ്ട്. പക്ഷേ അത് ഔദ്യോഗിക കണക്കാണ്. അനൗദ്യോഗിക കണക്കനുസരിച്ച് അത് 5 അല്ല 6 അല്ല 7 അല്ല, ചിലപ്പോൾ അതിലുമൊക്കെ കൂടിയെന്നിരിക്കാം. അത്രയധികം ഭക്തർ ഇവിടേക്ക് ഒഴുകി എത്തിയിരുന്നു. ഇനി ഇവരുടെ കാത്തിരിപ്പ് അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നും എന്നാണ് ഈ ഭക്തർ പറയുന്നത്. അപ്പോൾ അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്കായിട്ടുള്ള ആ ഒരു കാത്തിരിപ്പ് ഇനി എത്താൻ സാധിക്കുമോ എന്നുള്ള ആ ഒരു പ്രാർത്ഥന അതെല്ലാമാണ്. അല്പസമയം മുൻപ് നമ്മൾ ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ചേച്ചിയെ പരിചയപ്പെട്ടിരുന്നു. അങ്ങനെ അവർ ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും പൊങ്കാല അർപ്പിക്കാൻ എത്തിയ ഭക്തരെല്ലാവരും ഇപ്പോൾ തിരികെ പോകാനായി തയ്യാറെടുത്തിരിക്കുകയാണ്. ഇനി ഇവരുടെ ഈ പോക്ക് മുഴുവനും തിരുവനന്തപുരം നഗരത്തിലേക്കാണ്. തിരുവനന്തപുരം നഗരം ഇനി ജനനിബിഡമാകാൻ പോവുകയാണ്. വിവിധ പ്രദേശങ്ങളിലേക്ക് പോകേണ്ട ആളുകൾ അവർക്ക് പോകേണ്ട സ്ഥലം അനുസരിച്ച്, അതായത് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ആകട്ടെ, ബസ് സ്റ്റാൻഡ് ആകട്ടെ, അങ്ങനെ ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെയുള്ള യാത്രയിലായിരിക്കും. KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. ഇത്തരം ഈ ആറ്റുകാലിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തിലേക്ക് ഇവിടെ വരുന്ന ഭക്തരെ എത്തിക്കാൻ. ഒപ്പം തന്നെ സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ഉണ്ട് ഭക്തരെ വിവിധ പ്രദേശങ്ങളിൽ ഉള്ള ഭക്തർക്കായി. അങ്ങനെ യാത്രയെല്ലാം സുഗമമാക്കാനുള്ള എല്ലാ നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇനി നടക്കേണ്ടത് ശുചീകരണ പ്രവർത്തനമാണ്. വിശ്വാസം, ഐതിഹ്യം, കൂട്ടായ്മ, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് തലസ്ഥാനത്തെ വിശ്വാസത്തിന്റെ ആത്മീയതയുടെ പരമോന്നതിലെത്തിച്ച ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കഴിഞ്ഞ് ഭക്തർ തലസ്ഥാനം വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഭക്തർ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും KSRTCയും റെയിൽവേയും അടക്കം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ ദേവിയെ കണ്ടു മടങ്ങാനുള്ള ക്രമീകരണങ്ങളടക്കം ചെയ്തിട്ടുണ്ട് അവിടെ. അങ്ങനെ ഭക്തർ ആറ്റുകാൽ പൊങ്കാല അർപ്പിച്ച് മടങ്ങുകയാണ്. ആറ്റുകാൽ പൊങ്കാലയുടെ ഈ സമാപനത്തിന്റെ അടക്കം വാർത്തകളിലേക്ക് തന്നെ തിരികെ വരാം വളരെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം.